ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ അമ്പലത്തിൽ വെച്ച് തന്നെ വിവേകിനോട് പറയുന്നുണ്ട്, എനിക്ക് വിവേകിന് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ആൻറ്റി സമ്മതിച്ചാൽ മാത്രമാണ് വിവേകിനെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമുള്ളൂ, പിന്നെ പ്രണയിച്ച് നടക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, നമുക്ക് അറേഞ്ച് മാരേജ് ആക്കാം, അതുപോലെ ഞാൻ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനെയും ആൻറ്റിയുടെ സമ്മതം വേണമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ സെറ്റാക്കിക്കോളാം, എൻ്റെ അച്ഛന് ഉടനെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. ശിവയുടെയും അതുപോലെ തന്നെ വിവേകിൻ്റെയും വിവാഹം വീട്ടുകാർ തമ്മിൽ ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിവേകിനും അറിയാലോ. എൻ്റെ ഫ്രണ്ട്സിനൊന്നും അത് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു നാടകത്തിന് അവർ കൂട്ടു നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴാണ് ശിവ തൻ്റെ വിവാഹം വിവേകിനോടായിട്ട് ഉറപ്പിച്ച കാര്യം അറിയുന്നത് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞത് കാര്യം ശരിയാണെങ്കിൽ മാത്രമാണ് വിവേകിനെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ എന്ന് വർഷ തുറന്ന് തന്നെ പറയുന്നു കേട്ടോ. അതിനുശേഷം ഒരു കോൾ വരുന്നുണ്ട് ഓഫീസിൽ നിന്ന്. അതിനുശേഷം തൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ തന്നെ പുതിയ മാനേജർ ഇന്ന് ചാർജ് എടുക്കുന്ന പറയുന്നത്. പണ്ട് ഇവിടെ നിന്നിട്ടുള്ള ആളാണെന്നാണ് എല്ലാവരും പറയുന്നത്. താനെന്താടോ ഇന്ന് വരാഞ്ഞത്? എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവിടെ ചെറിയ സദ്യയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ട്രീറ്റ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് വന്നാൽ ഒരു ഗംഭീര സദ്യ കഴിച്ചിട്ട് മടങ്ങാം. ഞങ്ങൾക്ക് സദ്യയൊന്നും വേണ്ട, കടിച്ചു പറിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഞാൻ സെറ്റാക്കാം, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രീകാന്താണ് അവിടുത്തെ പുതിയ മാനേജറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ആ രണ്ട് സ്റ്റാഫിനെ വരട്ടുന്നുണ്ട് കേട്ടോ. അവർ തന്നെ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്ന് രാജിവെച്ച് പോവേണ്ടി വരുന്ന തോന്നുന്നുണ്ട്. മാനേജർ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതിനുശേഷം തന്നെ തൻ്റെ ക്യാബിനിലേക്ക് അവിടുത്തെ സ്റ്റാഫ് വരുന്നുണ്ട്. അതിനുശേഷം സാറ് കുറേ കാലമായിട്ട് ഒരു 6 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അത് തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ഗ്രാഫൊക്കെ താഴ്ന്ന നിലയിലാണ് കാണുന്നത്. ഉടനെ തന്നെ എല്ലാ സ്റ്റാഫും എൻ്റെ മുന്നിലെത്തണം, നമുക്കിത് വിപുലീകരിക്കണം. ഈ ഒരു സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഞാനിവിടെ ഉണ്ട്. പെട്ടെന്നൊരു 6 മാസം എനിക്ക് പറ്റാതെ ആയതുകൊണ്ട് ഞാൻ മാറി നിന്നാണെന്നൊക്കെ പറയുന്നു കേട്ടോ. പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു വിടുന്നു. പെട്ടെന്ന് ആ ഒരു ബാഗിൽ നിന്ന് തൻ്റെ വർഷയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. നീ ഇവിടെ കൊച്ചിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ എനിക്ക് കണ്ടുപിടിക്കണം. നിൻ്റെ പോലെ നിൻ്റെ ജീവിതം തകർന്ന പോലെ എൻ്റെതും തകർന്നു. പിന്നെ ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും നിന്നെ ഞാൻ കണ്ടെത്തും. പെട്ടെന്ന് തനിക്ക് ആക്സിഡൻ്റ് ആയ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തലവേദനയൊക്കെ വരുന്നുണ്ട്. തനിക്ക് ടാബ്ലറ്റ് കഴിക്കാനുള്ള ടൈമായിരുന്നു അലാറം അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടാബ്ലറ്റ് എടുത്ത് കഴിക്കാനൊക്കെ സമയത്ത് വെള്ളം തിരയുന്നുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്റ്റാഫ് വന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. സർ എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ സ്റ്റാഫ് എല്ലാം റെഡിയാണ് സർ മീറ്റിങ്ങിനെന്ന് പറയുന്നു. എന്തിനാടാ എന്ന് പറയുന്നു. തനിക്ക് ഒരു ഓർമ്മ കുറവ് പോലെയായിട്ട് അപ്പം തോന്നുന്നത്. അല്ല സാറല്ലേ പറഞ്ഞത് ഇപ്പം അവരെ വിളിച്ച് വരുത്താൻ. ശരി, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറയുന്നു. പിന്നെയാണെങ്കിലോ വർഷയുടെ ബർത്ത്ഡേ ഗംഭീരമാക്കാനായിട്ട് എല്ലാവരും കൂടി സഹകരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പച്ചക്കറികളും തേങ്ങയും എല്ലാം തന്നെ ചിരകുന്നതും അരിയുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ ശിവയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം വിവാഹം ഉറപ്പിച്ച കാര്യം താൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അമ്മയും അതുപോലെ ആൻറ്റിയും കൂടിയാണ് ഉറപ്പിച്ചതെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ. ഇതൊന്നും പിന്തിരിപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ കൈ മുറിയുന്നുണ്ട്. എന്ത് പറ്റി ശിവ? തനിക്ക് പച്ചക്കറി അറിയാൻ കൂടി അറിയില്ലേ എന്നൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ. തനിക്കിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണെന്ന് തിരിച്ചും പറയുന്നുണ്ട്. എന്നാലും അവിടെ നിന്ന് കുറച്ച് വീട്ടിലത്തെ ചെറിയൊരു മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വർഷ. അതിനുശേഷം താൻ റെസ്റ്റ് എടുത്തത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നു. പിന്നീട് ശിവ ആകെ ടെൻഷനിലാണ്. അമ്മ ഇത് പിന്തിരിയാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ സദ്യ കഴിക്കാനായിട്ട് ഷാർമിളയും വസുന്ധരയും വിവേകും വരുന്നുണ്ട്. എല്ലാവരും വിളമ്പിക കൊടുക്കുന്നുണ്ട്. ഓരോ കറികളും ഒന്നിനോട് ഒന്ന് മെച്ചം തന്നെയാണ് കേട്ടോ. എല്ലാവരും പറയുമ്പോഴത്തേനും ഇത് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തും നമ്മുടെ വർഷയിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സദ്യ മുഴുവൻ വർഷമോളാണല്ലേ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശിവ വെറുതെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ മരുമകളായിട്ട് വരാൻ താല്പര്യമുള്ളത് എങ്ങനത്തെ കുട്ടിയാണെന്ന് ചോദിക്കുന്നു. അതായത് വർഷം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എല്ലാ അമ്മായിമാർക്കും ഇഷ്ടപ്പെടുന്നൊരു മരുമകളായിരിക്കും വർഷം എന്ന രീതിയിൽ തന്നെയാണ് ശിവ അവിടെ ചോദിക്കുന്നത്. പക്ഷേ വസുന്ധരയുടെ മറുപടി നേരെ തിരിച്ചായിരുന്നു. മറ്റൊന്നല്ല, എൻ്റെ മരുമകളായിട്ട് വരുന്ന ഒരാൾ, അതായത് അമ്മായിമാർക്കും ഓരോ പ്രത്യേകതയാണ്. ഭക്ഷണത്തോടൊക്കെ ഇഷ്ടമുള്ള ഒരു മരുമകളാണ് വേണ്ടതെങ്കിൽ വർഷയെ പോലത്തെ ഒരു കുട്ടിയെ മതിയെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ മരുമകളായിട്ട് വരുന്ന ഒരു കുട്ടി അവൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം.
നേരെ തിരിച്ച് ഷാർമിലയും പറയുന്നുണ്ട്, എൻ്റെ മരുമകളായിട്ട് വരുന്ന കുട്ടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാവണം, അവൾ ഏത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്തവളായിരിക്കണം എന്ന് പറയുന്നു. അപ്പോഴത്തേന് വിവേക് പറയുന്നുണ്ട്, മമ്മിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല, ഷാർമില ആൻറ്റിയുടെ അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നുള്ളൂ. അപ്പോഴത്തേനും വസുന്ധര പറയുന്നുണ്ട്, നിനക്കൊരു മകനുണ്ടാവട്ടെ, അതിനുശേഷം അവനൊരു മകളെ തിരയുന്ന സമയത്ത് നീ കുറേ ആലോചിച്ചിട്ട് പരിപാടി പറഞ്ഞാൽ മതിയടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഞാനിവിടെ വന്നിട്ടുള്ളത് പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു ഒഫീഷ്യലായിട്ടൊരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വസുന്ധര വിചാരിക്കുന്നുണ്ട്, എന്തായാലും ശിവമോളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷാർമിള അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പോഴത്തേനും നേരെ തിരിച്ച്, ഇത് നമ്മൾ ആലോചിച്ച് പറഞ്ഞതാണല്ലോ, ഇനി കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സംസാരിക്കാമെന്ന് വസുന്ധര പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നെ അതിലൊരു തിരുത്തുണ്ട് വസുന്ധര, കാരണം ശിവമോള് അല്ല വിവേകിൻ്റെ പെണ്ണായിട്ട് വരേണ്ടത്, എൻ്റെ മകൾ മറ്റൊരു മകളായിട്ടുള്ള വർഷയാണ്, വർഷയും അതുപോലെ വിവേകുമാണ് ഇഷ്ടത്തിലെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്, ശിവയ്ക്കും അഭിക്കും സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല വർഷ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, അമ്മ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ. വസുന്ധരയാണെങ്കിൽ അങ്ങ് കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. ഇനി അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് ആകെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയായിരിക്കും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.